കൊല്ലത്തെ സുനിൽ ചുരുക്കം സമയത്തിനുള്ളിൽ കേരളമൊട്ടാകെ വൈറലായി മാറിയ ഒരാളാണ്. ബസ്സിൽ കാമം തീർക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് സാധാരണക്കാരനായ സുനിൽ വളരെ വേഗത്തിൽ കേരളമൊട്ടാകെ ചർച്ചാ വിഷയത്തിൽ എത്തിപ്പെട്ടത്. KSRTC ബസ്സിനുള്ളിൽ യാത്രക്കാരിക്ക് നേരെ ഇയാൾ നഗ്നതാ പ്രദർശനം നടത്തുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രി 10:50 ഈ സംഭവം. കൊല്ലം സ്വദേശിനിയായ യുവതി PSC പരീക്ഷയ്ക്കുള്ള പരിശീലനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാനായി കൊട്ടിയം ജംഗ്ഷനിൽ നിന്ന് മാവേലിക്കര ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ കയറുകയായിരുന്നു. ബസ് മേവരമെത്തിയതോടെ എതിർവശത്തെ സീറ്റിലിരിക്കുകയായിരുന്ന സുനിൽ തുടർച്ചയായി നഗ്നതാ പ്രദർശനം നടത്തുകയായിരുന്നു. ഇതോടെ യുവതി ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. ആ സമയത്ത് പരിഭ്രമം തോന്നിയത് കൊണ്ട് പ്രതികരിക്കാൻ തോന്നിയില്ല എന്ന് യുവതി പറയുന്നു. ഞാൻ ആ ടൈമിന് ഇച്ചിരി പാനിക്കായി, അതുകൊണ്ട് ഇതൊന്നും ഷെയർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഇറങ്ങിയതിനു ശേഷം പുള്ളി കൊല്ലത്ത് തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. തന്റെ സ്റ്റോപ്പ് എത്തി യുവതി സീറ്റിൽ നിന്ന് എഴുന്നേറ്റതോടെ പിന്നാലെ സുനിലും കൊല്ലം ഡിപ്പോയിൽ ഇറങ്ങി. യുവതിയെ വിളിക്കാൻ സഹോദരൻ എത്തിയത് കണ്ട ഇതോടെ പ്രതി മറ്റൊരു ബസ്സിൽ കയറി സ്ഥലം വിടുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് യുവതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകുന്നത്. വീട്ടിലെത്തി ബഹളം വച്ചവരോട് താനല്ല ദൃശ്യങ്ങളിൽ ഉള്ളത് എന്നും അപ്പോൾ താൻ വീട്ടിലായിരുന്നു എന്നുമാണ് പ്രതി പറഞ്ഞത്. ഇത് കേട്ട് നാട്ടുകാർ മടങ്ങിയതോടെ പെയിന്റിംഗ് തൊഴിലാളിയായ ഈ ഒരു പ്രതി സ്ഥലം വിടുകയായിരുന്നു. ദൃശ്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിച്ചതിന് പിന്നാലെ നാട്ടുകാർ തന്നെയാണ് പോലീസിനെ ബന്ധപ്പെട്ട സുനിലാണ് ഇതെന്ന സന്ദേശം നൽകുന്നത്. ഇത് തിരിച്ചറിഞ്ഞ സുനിൽ ഒളിവിൽ പോവുകയായിരുന്നു. എന്നാൽ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്ത സുനിലിലേക്ക് പോലീസും എത്തിച്ചേർന്നു. ബസ്സിലിരുന്ന യുവതി ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്ന് കണ്ടിട്ടും പ്രതി ലൈംഗിക ചേഷ്ടകൾ തുടരുകയായിരുന്നു. ഇതൊരു നിസാര സംഭവമായിട്ട് കാണാൻ കഴിയില്ല. എന്നാലും ഈ ഒരു ദൃശ്യങ്ങളുടെയും പരാതിക്കാരുടെ മൊഴിയുടെയും അടിസ്ഥാനത്തിൽ ഈസ്റ്റ് പോലീസ് കേസെടുത്തു സുനിലിനെതിരെ. ഒളിവിൽ പോകാനുള്ള ശ്രമത്തിനിടെയായിരുന്നു സുനിലിനെ പോലീസ് പിടികൂടുന്നത്. ഇത്തിക്കര പാലത്തിനടുത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഒന്ന് ആലോചിക്കുക, ആ യുവതി ഇറങ്ങിയ അതേ സ്റ്റോപ്പിലാണ് സുനിലും ഇറങ്ങുന്നത്. അയാളുടെ ലക്ഷ്യം എന്തായിരിക്കാം? ആ യുവതിയുടെ സഹോദരൻ കൂട്ടാൻ എത്തിയില്ലായിരുന്നുവെങ്കിൽ എന്താകും സംഭവിച്ചേക്കുക? രാത്രിയിൽ പെൺകുട്ടികൾ സഞ്ചരിക്കാൻ പാടില്ല എന്ന വിശദീകരണങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ലാത്ത കാലമാണ്. മാറേണ്ടത് നമ്മുടെ ചുറ്റുമുള്ള സുനിലുമാരാണോ അതോ പെൺകുട്ടികളാണോ?